പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അതിൻ്റെ ശേഷം ദാവീദ് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് അടക്കി. ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു. മോവാബ്യർ ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. സോബാ രാജാവായ ഹദദേസർ ഫ്രാത്ത് നദീതീരത്തിങ്കൽ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ വക 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. ദാവീദ് അവയിൽ 100 രഥകുതിരകളെ വെച്ചുകൊണ്ട് ശേഷം രഥകുതിരകളെ ഒക്കെയും കുതിഞരമ്പ് വെട്ടിക്കളഞ്ഞു. സോബാ രാജാവായ ഹദദേസറിനെ സഹായിപ്പാൻ ദമ്മേശെക്കിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 22,000 പേരെ നിഗ്രഹിച്ചു. പിന്നെ ദാവീദ് ദമ്മേശെക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസറിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിന്റെ പട്ടണങ്ങളായ തിബ്ഹാത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു. അതുകൊണ്ട് ശലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും ഉണ്ടാക്കി. എന്നാൽ ദാവീദ് സോബാ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ഹമാത്ത് രാജാവായ തോവു കേട്ടപ്പോൾ അവൻ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസറിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തന്റെ മകനായ ഹദോരാമിനെ അയച്ചു. ഹദോദേസരും തോവുവും തമ്മിൽ കൂടെ യുദ്ധം ഉണ്ടായിരുന്നു. അവൻ പൊന്ന്, വെള്ളി, താമ്രം ഇവ കൊണ്ടുള്ള സകലവിധ സാധനങ്ങളും കൊണ്ടുവന്നു. ദാവീദ് രാജാവ് അവയെ താൻ ഏദോം, മോബാവ്, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്ക് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശദീകരിച്ചു. സെരൂയയുടെ മകനായ അബീശായി ഉപ്പുതാഴ്വരയിൽ വെച്ച് ഏദോമിരിൽ 18,000 പേരെ സംഹരിച്ചു. ദാവീദ് ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമ്യർ എല്ലാവരും അവന് ദാസന്മാരായിത്തീർന്നു. അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണു. തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി വന്നു. സെരൂയയുടെ മകനായ യോബാവ് സേനാധിപതിയായിരുന്നു. അഹീലൂദിന്റെ മകനായ യഹോശാഫാത്ത് മന്ത്രിയും അഹീത്തൂബിന്റെ മകനായ സാദോക്കും അബിയാഥാരിന്റെ മകനായ അഹീമേലക്കും പുരോഹിതന്മാരും ശബ്സായ രാജസക്കാരനും യഹോയാദയുടെ മകനായ ബനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയുമായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാർ ആയിരുന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.